സംസ്ഥാനത്ത് വാഹനാപകടങ്ങൾ കുറയ്ക്കുന്നതിന് വേണ്ടി എടുക്കേണ്ട നടപടികൾ സ്വീകരിക്കാൻ ഇന്ന് ഗതാഗത മന്ത്രിയുടെ അധ്യക്ഷതയിൽ ഉന്നതതല യോഗം ചേരുന്നുണ്ട്. വാഹനാപകട പരമ്പര കുറയ്ക്കാൻ പോലീസിന്റെയും മോട്ടോർ വാഹന വകുപ്പിന്റെയും സംയുക്ത പരിശോധന ഇന്നു മുതൽ തുടങ്ങുകയാണ്. ഇന്നലെയായിരുന്നു ഉന്നത ഉദ്യോഗസ്ഥരൊക്കെ ചേർന്ന് യോഗം ചേർന്നുകൊണ്ട് ചില തീരുമാനങ്ങൾ കൈക്കൊണ്ടിട്ടുള്ളത്. വിവരങ്ങൾ മുഹമ്മദ് ആഷിഖ് നൽകും. ആഷിഖ്, ഇന്നു മുതൽ സംസ്ഥാന വ്യാപകമായി ശക്തമായ പരിശോധനയിലേക്ക്, ഒരു മാസം നീണ്ടു നിൽക്കുന്ന പരിശോധനയിലേക്ക് MVD കടക്കുകയാണ്. ഇന്നിപ്പോൾ ഗതാഗത മന്ത്രിയുടെ അധ്യക്ഷതയിലും യോഗം ചേരുന്നുണ്ട്. എന്തൊക്കെ തീരുമാനങ്ങളായിരിക്കും ഈ യോഗത്തിൽ കൈക്കൊള്ളാൻ സാധ്യതയുള്ളത്? ദിവ്യ, സംസ്ഥാനത്ത് തുടർച്ചയായി ഉണ്ടാകുന്ന റോഡപകടങ്ങളുടെ പശ്ചാത്തലത്തിലാണ് ഗതാഗത വകുപ്പ് മന്ത്രി പ്രത്യേക ഉന്നതതല യോഗം ചേർന്നിരിക്കുന്നത്. അപകട സ്ഥലങ്ങളിൽ ഏത് രീതിയിലുള്ള ഇടപെടൽ ദ്രുതഗതിയിൽ നടത്തണം എന്നുള്ള കാര്യങ്ങളടക്കം ആലോചിക്കുവാൻ വേണ്ടി കൂടിയാണ് ഇന്നത്തെ യോഗം. പ്രത്യേകിച്ച് വിവിധ വകുപ്പുകളിൽ നിന്നുള്ള ആളുകളുടെ ഉദ്യോഗസ്ഥരുടെ ഇടപെടൽ അപകട സ്ഥലത്തും അപകടം ഉണ്ടാകാതിരിക്കാനും എങ്ങനെ ഏകോപിപ്പിക്കണം എന്നതടക്കമുള്ള കാര്യങ്ങൾ ആലോചിച്ച് തീരുമാനിക്കുക എന്നുള്ളതാണ് ഇന്ന് വൈകിട്ട് 4 മണിയോടെ ചേരുന്ന യോഗത്തിലെ പ്രധാനപ്പെട്ട അജണ്ട. അതിൽ തന്നെ മോട്ടോർ വാഹന വകുപ്പിലെയും പോലീസിലെ ഉന്നത ഉദ്യോഗസ്ഥർ പങ്കെടുക്കും. കൂടാതെ ദേശീയപാത അതോറിറ്റി, വാട്ടർ അതോറിറ്റി, KSEB അടക്കമുള്ള വിവിധ വകുപ്പുകളിലെ ഉന്നത ഉദ്യോഗസ്ഥരെ കൂടി ചേർത്തുകൊണ്ടാണ് ഇന്നത്തെ പ്രത്യേക യോഗം നടക്കുന്നത്. നിർണായകമായ ചില തീരുമാനങ്ങൾ ഇന്നത്തെ യോഗത്തിൽ ഉണ്ടായേക്കും എന്നാണ് മനസ്സിലാക്കുന്നത്. അപകട സ്ഥലത്തിൽ എങ്ങനെ ഉദ്യോഗസ്ഥർ ഇടപെടണം, അപകടം നിയന്ത്രിക്കുന്നതിനുമായി ബന്ധപ്പെട്ട് ഏത് തരത്തിലുള്ള പ്രോട്ടോക്കോളാണ് ഏർപ്പെടുത്തുക എന്നതടക്കമുള്ള കാര്യങ്ങളിൽ ഇന്നത്തെ യോഗത്തിൽ ഒരു തീരുമാനം ഉണ്ടാകും. പ്രത്യേകിച്ച് തുടർച്ചയായി ഉണ്ടാകുന്ന അപകടങ്ങളുടെ പശ്ചാത്തലത്തിൽ അതിനെ നിയന്ത്രിക്കാൻ എന്ത് ചെയ്യണം എന്ന ആലോചന ലക്ഷ്യമിട്ടുകൊണ്ടാണ് ഗതാഗത മന്ത്രി പ്രത്യേക യോഗം വിളിച്ചിരിക്കുന്നത്. അതേസമയം അപകടങ്ങളുടെ പശ്ചാത്തലത്തിൽ തന്നെ പോലീസും മോട്ടോർ വാഹന വകുപ്പും കൂടി സംയുക്തമായി ചേർന്ന് നടത്തുന്ന പ്രത്യേക പരിശോധന ഇന്ന് ആരംഭിക്കുകയാണ്. ഒരു മാസം നീണ്ടു നിൽക്കുന്ന പരിശോധനയുണ്ടാകും. സ്പീഡോമീറ്ററും ആൽക്കോമീറ്ററും അടക്കമുള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് കർശന പരിശോധന ഉണ്ടാകും. കർശന നിയന്ത്രണങ്ങളായിരിക്കും മോട്ടോർ വാഹന വകുപ്പ് അടക്കമുള്ളവർ ഗതാഗതവുമായി ബന്ധപ്പെട്ട് ഏർപ്പെടുത്തുക എന്നുള്ളതാണ്. അപകടങ്ങൾ എങ്ങനെ തുടർക്കഥയാകുമ്പോഴാണ് ഇന്ന് ഗതാഗത മന്ത്രിയുടെ നേതൃത്വത്തിൽ ചർച്ച നടക്കാൻ പോകുന്നത്. ഇന്നുകൂടി ഒരു വാഹന അപകടത്തിൽ ഒരു മരണം ഉണ്ടായിട്ടുണ്ട്. മലപ്പുറം കൊണ്ടോട്ടിയിലാണ് ലോറി നിയന്ത്രണം വിട്ട ഒരു യാത്രക്കാരൻ മരിച്ചിരിക്കുന്നത്. അപ്പോൾ അടിയന്തരമായി തന്നെ നിർദ്ദേശങ്ങൾ, നടപടികളൊക്കെ സ്വീകരിക്കേണ്ടതുണ്ട്. ഇന്ന് തൊട്ട് MVDയും പോലീസും സംയുക്തമായുള്ള പരിശോധനയിലേക്ക് കൂടി കടക്കുകയാണ് എന്നതാണ് അറിയാൻ കഴിയുന്നത്. മുഹമ്മദ് ആഷിഖാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്.